മക്കളെ ഇപ്പൊ ക്രിസ്മസ് എക്സാം ഒക്കെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല നമുക്ക് ക്രിസ്മസ് എക്സാമിന് ഒരുപാട് ചാപ്റ്റേഴ്സ് ആണ് പഠിച്ചു തീർക്കാനുള്ളത്. അപ്പൊ ഈ ഒരു സമയത്ത് നിങ്ങളുടെ കറന്റ് സിറ്റുവേഷൻ എന്താണ്? നിങ്ങൾ എല്ലാവരും ഇതേപോലെ ഭയങ്കര ഹാപ്പി ആയിട്ടാണോ ഇരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര ടെൻഷനാണോ, ഭയങ്കര പേടിയായിട്ടാണോ ഇരിക്കുന്നത്? എന്താണ് ഇപ്പോഴത്തെ നിങ്ങളുടെ കറന്റ് സിറ്റുവേഷൻ എന്നുള്ളത് എന്ത് ചെയ്യുക? ഇപ്പോൾ തന്നെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. അപ്പൊ നമുക്കറിയാം ഈ ഒരു ക്രിസ്മസ് എക്സാമിൽ കൂടുതൽ പേരും ഈ ഒരു ഫിയർ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. പക്ഷെ അങ്ങനെ നമ്മൾ ആലോചിച്ചിരുന്നു കഴിഞ്ഞാൽ ഈ ഒരു ക്രിസ്മസ് എക്സാമിന് നമുക്ക് നല്ലൊരു സ്കോറിലേക്കോ അല്ലെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു റിസൾട്ടിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി പറ്റില്ല. പക്ഷേ മക്കളെ, നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ഒരു പ്ലാനിങ്, ഇപ്പൊ നമുക്ക് കുറച്ച് ദിവസം ഉണ്ടല്ലോ എക്സാമിന് വേണ്ടിയിട്ട്, ഒരു പ്രോപ്പർ പ്ലാനിങ്ങോടുകൂടെ നമ്മൾ കൃത്യമായിട്ട് ഇനിയുള്ള ദിവസങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ഫിയറിനെ നമുക്ക് നല്ലൊരു ഹാപ്പി ആയിട്ടുള്ള ഒരു ഫേസിലേക്ക് മാറ്റാൻ വേണ്ടി പറ്റും. യെസ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിനി എത്ര ദിവസമുണ്ട്. അതായത് നമുക്കിപ്പോൾ ഏകദേശം നമുക്കറിയാം, നമുക്ക് ഡിസംബർ 15 തീയതിയാണ് നമ്മുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് നവംബർ 15 ഇന്നിപ്പോൾ ഈ ഒരു വീഡിയോ മിസ് എടുക്കുന്ന ഈ ഒരു ദിവസം എന്ന് വെച്ച് കഴിഞ്ഞാൽ നവംബർ 15. അപ്പൊ നമുക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം നമുക്കൊരു 30 ദിവസമാണ് ഉള്ളത്. അതിലിപ്പോ നമുക്കൊരു 7 ദിവസമൊക്കെയാണ് ലാസ്റ്റ്. നമുക്ക് അത്രയും ദിവസങ്ങൾ നമ്മൾ മാറ്റി വെക്കണ്ടേ? കുറച്ച് കൂടുതൽ ദിവസം വേണം. പക്ഷെ എന്നിരുന്നാലും അറ്റ്ലീസ്റ്റ് നമുക്ക് പിടിക്കാം ഒരു 7 days നമുക്ക് എന്തെല്ലാക്കി മാറ്റി വെക്കാം. 7 days ലാസ്റ്റത്തെ ഒരു റിവിഷൻ. അത് നടന്നില്ലെങ്കിൽ സീനായിരിക്കും. ഓക്കെ, അപ്പൊ ആ ഒരു 7 days നമ്മൾ റിവിഷന് വേണ്ടി മാറ്റി വെച്ചു. ബാക്കി ഇപ്പോൾ ഒരു 23 days ഉണ്ടായിരിക്കും അല്ലെ? ആ 23 ദിവസം ഫുള്ള് കിട്ടുമോ? അതിന്റെ ഇടയിൽ ചിലപ്പോൾ പ്രത്യേകിച്ച് നവംബർ അല്ലെങ്കിൽ ഡിസംബർ ദിവസങ്ങളിൽ നമുക്ക് എന്തെങ്കിലും പരിപാടികൾ വരും, അല്ലെങ്കിൽ വയ്യായ്മ വരും, എന്തെങ്കിലുമൊക്കെ ആയിട്ട് അതിൽ നിന്നും ചില ദിവസങ്ങൾ പോവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ ചിലപ്പോ ഒരു 18 ദിവസം അല്ലെങ്കിൽ ഒരു അത്രയും ദിവസങ്ങൾ മാത്രമാണ് നമ്മളുടെ മുമ്പിലുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഈ ദിവസങ്ങളിൽ നമ്മൾ നല്ല വൃത്തിയായിട്ട് പഠിക്കണം. അതും എങ്ങനെയാണെന്ന് വെച്ചാൽ കറക്റ്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർ പ്ലാനോട് കൂടെ പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന ആ ഒരു രീതിക്ക്, നമുക്ക് ആ ഒരു സന്തോഷത്തിലേക്ക്, അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച പോലെ അറ്റ്ലീസ്റ്റ് കുറച്ച് ആ ഒരു നമുക്ക് ക്രിസ്മസ് എക്സാം അറ്റൻഡ് ചെയ്യാനുള്ള ആ ഒരു കോൺഫിഡൻസ് എങ്കിലും നമുക്ക് കിട്ടുള്ളൂ. അതേപോലെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ളത് എന്തൊക്കെയാണ്? ഈ ഒരു ക്രിസ്മസ് എക്സാമിന്റെ പോർഷൻസ് എന്ന് പറയുമ്പോൾ തന്നെ അത്യാവശ്യം നമ്മളുടെ ഒരു 75% പോർഷൻസ്, നിങ്ങൾക്കിപ്പോൾ മാർച്ച് എക്സാം വരുമ്പോൾ ഏറ്റവും കൂടുതൽ പോർഷൻസ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ളത് ഈ ഒരു ക്രിസ്മസ് എക്സാമിന് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ നിങ്ങൾ ഈ ഒരു ടോപ്പിക്സും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് മാർച്ചിലെ എക്സാം വളരെ ഈസി ആയിരിക്കും. അപ്പൊ നമ്മൾ വിചാരിക്കും, ക്രിസ്മസ് എക്സാമിന് കുറച്ച് പോർഷൻസ് അല്ലേ ഉള്ളൂ. അല്ല മക്കളെ, ഇപ്പൊ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം, നമ്മുടെ ഓണം എക്സാമിന്റെ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറുകളെല്ലാം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ക്രിസ്മസ് എക്സാമിന്റെ ഓണം എക്സാം കഴിഞ്ഞിട്ടുള്ള കുറച്ച് പോർഷൻസ് ഉണ്ട്. അതിന്റെ കൂട്ടത്തില് ഈ ഓണം എക്സാമിന്റെ ചാപ്റ്റേഴ്സും നമുക്ക് ഒരു 20% വരും. സോ ഇത്രയും പോർഷൻസ് നമ്മൾ പ്രോപ്പർ ആയിട്ട് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ക്രിസ്മസ് എക്സാം അവിടെ സെറ്റായി. അതിനുശേഷം വരുന്ന നമ്മുടെ മാർച്ചിലെ എക്സാം നമുക്ക് വളരെ കൂളായിട്ട് എക്സാം എഴുതാൻ വേണ്ടി പറ്റും. അപ്പൊ ഇതൊക്കെ നടക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? പ്രോപ്പർ ആയിട്ടുള്ള ഒരു പ്ലാൻ വേണം അല്ലേ? അപ്പൊ ആ ഒരു പ്ലാൻ ഈ ഒരു സൺഡേ നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും. സൺഡേ രാത്രി കൃത്യം 7 മണിക്ക് എൻ്റെ കുട്ടികളെ എല്ലാവരും നമ്മുടെ ഈ ഒരു എക്സാമിനർ ചാനലിലേക്ക് പോരെ. കാരണം ഇവിടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും ഇനി എങ്ങനെയാണ് ഇത് കറക്റ്റ് ആയിട്ട് പഠിക്കേണ്ടത്. ഈ കുറച്ച് ദിവസത്തിനുള്ളിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ഓരോ ദിവസങ്ങളിൽ ഇങ്ങനെയൊക്കെ പഠിച്ചു കഴിഞ്ഞാലാണ് നമുക്ക് നല്ല രീതിക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുക. ഇതുവരെ ഒന്നും പഠിക്കാത്തവർക്ക് ഇനി എങ്ങനെയാണ് പഠിക്കാൻ പറ്റുക, ഇങ്ങനെയുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും. അതേപോലെ തന്നെ നമ്മുടെ ബാച്ചിലെ മക്കളും ഇനി യൂട്യൂബ് മാത്രം നോക്കിയിരിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ടല്ലേ. അപ്പൊ അവർക്കൊക്കെ ഉള്ള ഒരു ഹാപ്പി ന്യൂസ് ആയിരിക്കും ഇപ്രാവശ്യത്തെ നമ്മുടെ ഇവന്റിൽ നമ്മൾ റിവീൽ ചെയ്യാൻ പോകുന്നുണ്ടാവുക. അപ്പോൾ ഇപ്രാവശ്യത്തെ ക്രിസ്മസ് എക്സാം നമ്മൾ തകർത്ത് വരാൻ വേണ്ടി പോവാണ്. അപ്പോൾ ആരും മിസ്സാക്കരുത്. സൺഡേ രാത്രി കൃത്യം 7 മണിക്ക്.